വീണ്ടും മീടെക്കിലേക്ക് സ്വാഗതം. ഞാൻ മെൽവിൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വോൾട്ടേജ് മൾട്ടിപ്ലയറിനെ കുറിച്ചാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഏതൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഹാഫ് വേവ് മൾട്ടിപ്ലയറിൽ 3 എണ്ണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് ഡബിളർ, പിന്നെ ട്രിപ്പിളർ, പിന്നെ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഡബിളറാണ്. ഇതാണ് ഡബിളറിൻ്റെ സർക്യൂട്ട്. ഈ സർക്യൂട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 2 ഡയോഡും 2 കപ്പാസിറ്ററും. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് 100 മൈക്രോഫാരഡിൻ്റെ 2 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഡയോഡ് എന്ന് പറയുന്നത് 1N4007. ഇതൊരു റെക്ടിഫയറിന് ഉപയോഗിക്കുന്ന ഒരു ഡയോഡാണ്. കോമൺലി യൂസ് ചെയ്ത് വരുന്ന ഒരു ഡയോഡാണ് ഈ 1N4007 എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമറാണ്. അതായത് AC സിഗ്നൽ കിട്ടുന്ന ഒരു ഡിവൈസ്, ഏതെങ്കിലും ഒരു സോഴ്സ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട്. പിന്നെ ഒരു ബ്രെഡ് ബോർഡ്, അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ എടുക്കുന്നത് ബ്രെഡ് ബോർഡാണ്. ഇനി ഞാൻ ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 6 വോൾട്ട് AC കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ VAC, അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിന് VM എന്ന് പറയാം. VM ആണ് 6 വോൾട്ട്. ഞാൻ ഇവിടെ നിന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇത് നമ്മൾ ഉദ്ദേശിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് നമ്മളൊരു പോസിറ്റീവ് എന്നും, ഈ ഭാഗം മുകളിലേക്കുള്ള വയറിന് പോസിറ്റീവ് എന്നും അടിയിലത്തെ വയറിന് നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കുക. അതായത് ആദ്യത്തെ ഈ ഭാഗം മുകളിലേക്ക് നമ്മൾ ഈ വയറിനെ കുറിച്ചാണ്, ഈ വയറിൽ കൂടി പോകുന്ന കറണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ ഈ സൈനുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി പോസിറ്റീവ് വരുന്നു. ഇതൊരു കപ്പാസിറ്ററാണ്. ആ സമയത്ത് കപ്പാസിറ്ററിൽ കൂടി കടന്നു പോകുന്നു. ഈ ഡയോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർവേഡ് ബയസിലാണ്. അതായത് ഫോർവേഡ് ബയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് ഡയോഡിൻ്റെ പോസിറ്റീവും, സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് ഡയോഡിൻ്റെ പോസിറ്റീവും, സപ്ലൈയുടെ നെഗറ്റീവും ഡയോഡിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർവേഡ് ബയസിംഗ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് നെഗറ്റീവ്, ഡയോഡിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യും. പിന്നെ നെഗറ്റീവ് സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്ത് അതിന് നമ്മൾ റിവേഴ്സ് ബയസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് ആണ്. കാരണം പോസിറ്റീവ് ഇത് ഇങ്ങനെ വന്ന് ഇത് പോസിറ്റീവ് ഭാഗമാണ് ഡയോഡിൻ്റെ. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു സ്വിച്ച്. അതായത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി, ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഇങ്ങോട്ട് കറണ്ട് പോകുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഡയോഡിൻ്റെ കേസിൽ ഈ ഭാഗം നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ് ഡയോഡിൻ്റെ. അപ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡയോഡിലേക്ക് ഒരിക്കലും കറണ്ട് ഒഴുകില്ല. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ ഒരു ലൂപ്പിൽ മാത്രമേ നമുക്ക് കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയസിന് ആയതുകൊണ്ട് ഈ കപ്പാസിറ്റർ ഇതിൻ്റെ പീക്കിലേക്ക് ചാർജ് ചെയ്യും. അതായത് ഈ നമ്മൾ കൊടുക്കുന്ന ഈ VM എത്രയാണോ ആ VMലേക്ക് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പോൾ ഈ C1 എന്ന കപ്പാസിറ്ററിൽ നമുക്ക് VM എന്നുള്ള വോൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈക്കിള്, അതായത് നെഗറ്റീവ്. അപ്പോൾ ഈ സൈനുകൾ അങ്ങോട്ട് മാറാണ്. ഇവിടെ അടിയിൽ പോസിറ്റീവും മുകളിൽ നെഗറ്റീവും വരും. ഓക്കെ, അടിയിൽ നെഗറ്റീവും മുകളിൽ പോസിറ്റീവും വരും. ആ സമയത്ത് ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ഉള്ളത് കൊണ്ട് ഇവിടെ ഈ കപ്പാസിറ്ററിൽ ഒരു ചാർജ് നിൽക്കുന്നത് കൊണ്ട് ഇത് നേരെ ഇങ്ങോട്ട് പോകും. കാരണം ഇവിടെ ഇപ്പോൾ അടുത്ത കേസിൽ ഈ ഡയോഡ് നെഗറ്റീവ്, ഈ ഭാഗം നെഗറ്റീവും ഈ കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. നെഗറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെ പോയി ഇവിടെ, അതായത് ഈ കപ്പാസിറ്റർ C2ൻ്റെ ഈ മുകളിലത്തെ പ്ലേറ്റിൽ നെഗറ്റീവും അടിയിലത്തെ പ്ലേറ്റിൽ പോസിറ്റീവും ഓട്ടോമാറ്റിക്കലി. കാരണം ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നിന്ന് നേരെ കണക്ഷൻ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ D1 ആ സമയത്ത് റിവേഴ്സ് ബയസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവിലേക്ക് പോസിറ്റീവ്, നെഗറ്റീവിലേക്ക് നെഗറ്റീവ് കണക്ട് ചെയ്താൽ മാത്രമാണ് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ അത് റിവേഴ്സ് ബയസ്ഡ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ കപ്പാസിറ്ററിൽ നമുക്ക് 2 VM ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു,
അപ്പോൾ ഒരു ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 1 വോൾട്ടും 1 വോൾട്ടുള്ള 2 ബാറ്ററി നമ്മൾ സീരീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്ലസ് മൈനസ് അങ്ങനെ സീരീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും കൂടി നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് അളന്ന് സീരീസിൽ വോൾട്ടേജ് അളന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് മനസ്സിലാവും. അതേ മെത്തേഡാണ് ഈ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന VM പ്ലസ് ഇതിൽ നിന്ന് വരുന്ന VM. അപ്പോൾ ഇവിടെ അവസാനം നമുക്ക് 2 VM കിട്ടും. ഡബിളർ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ട്രിപ്പിളറിലേക്ക് പോകാം. ട്രിപ്പിളറിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞ ഡബിളറിൻ്റെ പോലെ തന്നെയാണ് ട്രിപ്പിളറിന്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററും അതിൽ കൂടും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാം. അതായത് ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടുത്തെ സപ്ലൈയിൽ പോസിറ്റീവും മോൾ ഭാഗം പോസിറ്റീവും അടിയിൽ നെഗറ്റീവും വന്നു. ആ സമയത്ത് ഇവിടെ ഫോർവേഡ് ബൈസ്ഡ് ആവുന്നു. അപ്പോൾ ഇതിവിടെ ഈ ലൂപ്പിൽ കൂടി കറണ്ട് ഒഴുകുമ്പോൾ ഈ കപ്പാസിറ്റർ C1 VM-ലേക്ക് ചാർജ് ചെയ്യുന്നു. VM നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VM എടുക്കുന്നത് ഞാൻ 6 വോൾട്ടാണ്. ഇതിൽ വരുന്നത് VM ആണ്. VM 6 വോൾട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്ത് 6 വോൾട്ട് ചാർജ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. D1 ഫോർവേഡ് ബൈസ്ഡ് ആകുമ്പോൾ D2 റിവേഴ്സ് ബൈസ്ഡ് ആണ്. കാരണം D1-ൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വന്നപ്പോൾ ഈ സമയത്ത് ഈ ഡയോഡിൻ്റെ കേസിൽ ഡയോഡ് ഇപ്പോൾ റിവേഴ്സ് ബൈസ്ഡ്. അപ്പോൾ D1-ൽ കൂടി കറണ്ട് ഒഴുകുമ്പോൾ ഈ C1 എന്ന കപ്പാസിറ്റർ ചാർജ് ചെയ്യും, അതായത് VM-ലേക്ക് ചാർജ് ചെയ്യുന്നു. ഇതിൽ അപ്പോൾ VM ചാർജ് ചെയ്ത് നിർത്തും. അതിനുശേഷം ഫസ്റ്റ് നെഗറ്റീവ് സൈക്കിൾ വരും. ആ നെഗറ്റീവ് സൈക്കിള് വരുമ്പോൾ ഇവിടെ VM ഉണ്ടല്ലോ, ഇവിടെ മാറ്റാൻ പറഞ്ഞു. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആകും, കാരണം പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് നേരത്തെ ഞാനിവിടെ ഡബിളറിൽ പറഞ്ഞ പോലെ 2 ബാറ്ററി സീരീസ് വയ്ക്കുമ്പോൾ വോൾട്ടേജ് ഡബിൾ ആവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ VM-ഉം ഇതിലുള്ള VM-ഉം കൂടിയിട്ട് 2 VM ആവും. അതായത് കൂട്ടുമ്പോൾ 2 VM ആവും. ആ 2 VM ഇവിടെ എത്തും. അതായത് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് റിവേഴ്സ് ബൈസ്ഡ് ആയി, ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ബൈസ്ഡ് ആവും. കാരണം ഡയോഡിൻ്റെ പോസിറ്റീവാണ്, ഇവിടെ ചാർജ് നിൽക്കുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഈ സർക്യൂട്ട്, അതായത് ഈ ലൂപ്പ് റിവേഴ്സ് ബൈസ്ഡ് ആയി. ഇനി ഈ ലൂപ്പാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഈ ലൂപ്പിലാണ് ഇനി കണക്ഷൻ, അതായത് സപ്ലൈ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ നെഗറ്റീവ് ഇവിടെ നിന്ന് ഒരു VM ഇങ്ങോട്ടും ഈ രണ്ട് VM കൂടി കൂട്ടി 2 VM ഈ ഡയോഡിൽ കൂടി കടന്നു പോകും. റിവേഴ്സ് ഇതിപ്പോൾ ഫോർവേഡ് ബൈസ്ഡ് ആണ്, കാരണം നെഗറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ ഈ C2 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ഇപ്പോൾ ചാർജ് ചെയ്തു. C2 എന്ന് പറഞ്ഞ ഈ കപ്പാസിറ്റർ ഇപ്പോൾ 2 VM-ൽ ചാർജ് ചെയ്തു. 2 VM-ൽ ഇത് ചാർജ് ചെയ്തു. ഇനി ഈ ഡയോഡ് വരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡബിളറിൻ്റെ സർക്യൂട്ടാണ് ഇവിടം വരെ വരുന്നത്. ഈ 2 കമ്പോണൻറ്റ് വരുമ്പോഴാണ് ഇത് ട്രിപ്പിളർ ആവുന്നത്. അപ്പോൾ ഇവിടം വരെ ഇത് പറഞ്ഞ അതേ കേസാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയോഡ് താഴേക്ക് വന്നു, ഈ കപ്പാസിറ്റർ ഇങ്ങോട്ടും വെച്ചു. അപ്പോൾ ഇവിടം വരയ്ക്കുള്ള സ്റ്റെപ്പ് ഞാൻ ഡബിളറിൽ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്, മാറ്റം വരുന്നില്ല. എന്നിട്ട് വരുന്ന സ്റ്റെപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഡബിളറിൽ ഇവിടം വരയ്ക്ക് ഇവിടെയാണ് ഔട്ട്പുട്ട് പിന്നെ വരുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെയാണ് നമുക്ക് 2 VM-ൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ 2 VM ഔട്ട്പുട്ട് നമുക്കിവിടെ ഇപ്പോൾ ഉണ്ട്. ഇതിൽ 2 VM ഉണ്ട്. ഇനി അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. അപ്പോൾ വീണ്ടും പൊളാരിറ്റി മാറി. ഇവിടെ വീണ്ടും പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവായി. അപ്പോൾ ഈ ഹാഫ് സൈക്കിൾ വരുമ്പോൾ D1-ഉം D2-ഉം റിവേഴ്സ് ബൈസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവാണ് സപ്ലൈയിൽ വരുന്നത്. അപ്പോൾ ഇത് റിവേഴ്സ് ബൈസ്ഡ് ആയി. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആണ്. സർക്യൂട്ട് ഓപ്പൺ ആണ്. ഇവിടെ നിങ്ങോട്ട് കറണ്ട് കടത്തിവിടില്ല. ഇതിൻ്റെ കേസ് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ ചാർജ് ഉള്ളത് കൊണ്ട് ഇവിടെ നെഗറ്റീവാണ്, ഈ പ്ലേറ്റിൽ നെഗറ്റീവാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഡയോഡ് 2 VM കിട്ടി. ഇനി ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ എടുത്തത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആണ്. ഇനി നമ്മൾ ട്രിപ്പിളറിൽ നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത്, അതായത് V ഔട്ട് എടുക്കുന്നത് ഈ 2 കപ്പാസിറ്ററിന് അക്രോസ് ആണ്. 2 VM-ഉം ഈ VM-ഉം കൂടി കൂട്ടുമ്പോൾ
3 VMI. അതാണ് ഈ ട്രിപ്ലറിൻ്റെ ഔട്ട്പുട്ട്. നമുക്ക് 3 VMI. അതായത് ബ്രെഡ് ബോർഡ് എന്നറിയാലോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ബ്രെഡ് ബോർഡിലും വയറിങ് എങ്ങനെ ചെയ്യുന്നതിന് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മോൾ ഭാഗത്ത് വീഡിയോയുടെ ടോപ്പിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും എൻ്റെ വീഡിയോ കാണാൻ ഈ ബ്രെഡ് ബോർഡിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കാണാവുന്നതാണ്. എങ്ങനെ വയറിങ് ചെയ്യാമെന്ന് അതിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണം പറഞ്ഞത്, ഞാൻ ഡബിളറിൻ്റെ കേസിൽ രണ്ട് ഡയോഡും 2 കപ്പാസിറ്ററാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 100 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അത് 25 വോൾട്ട് വരെ ഇതിൽ താങ്ങും, ഈ കപ്പാസിറ്ററിൽ താങ്ങും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 25 വോൾട്ടാണ്. 24 വോൾട്ട് വരെ ഏകദേശം നമ്മുടെ സർക്യൂട്ടിൽ എത്തുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനും കൂടുതൽ വോൾട്ട് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് 24 വോൾട്ട് വരുന്നുള്ളൂ എന്നതിൽ കൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വയറിങ് തുടങ്ങാം. അപ്പം ഞാൻ ഡയോഡ് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു 1N4007 എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സിൽവർ റിങ് കണ്ടില്ലേ, ഇതാണ് ഡയോഡിൻ്റെ നെഗറ്റീവും, മറ്റേത് പോസിറ്റീവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വയറിങ് ചെയ്യാം. നീളം കൂടിയ കാല് ആണ് ഇതിൽ പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ്. അല്ലെങ്കിൽ ഇവിടെ ഒരു സിമ്പിൾ കാണാം, സൈഡിൽ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ കാല് നെഗറ്റീവാണ്, ഈ കാലാണ് നെഗറ്റീവ്, ഈ കാണുന്ന കാല്. അപ്പോൾ ഇനി സർക്യൂട്ട് പ്രകാരം നമുക്ക് വയറിങ് ചെയ്യാം. ഇതാണ് സർക്യൂട്ട്, ഇത് നമുക്ക് വയർ ചെയ്യാം. അതിൽ പോസിറ്റീവ് ഞാൻ ആദ്യം കൊടുത്തു, നെഗറ്റീവും അവിടെ കൊടുത്തു വെച്ചു. ഓക്കെ, ഇനി ഡയോഡിൻ്റെ നെഗറ്റീവാണ് കൊടുക്കേണ്ടത്. ഡയോഡിൻ്റെ നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിങ് കാണുന്നതാണ് നെഗറ്റീവ്, മറ്റേത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഡയോഡാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, ഈ ഡയോഡാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഡയോഡ് ഞാൻ എടുക്കുകയാണ്. അടുത്ത ഡയോഡ് എന്ന് പറയുന്നത് ഈ D1 ആണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഈ D1 ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. പോസിറ്റീവ് ഞാൻ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ്, അതായത് ഈ കോമൺ പോയിന്റിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ 2 ഡയോഡും ഈ കപ്പാസിറ്ററും കൊടുത്തു. ഇനി ലാസ്റ്റ് ഒരു കപ്പാസിറ്റർ കൂടി കാണാം, ഇവിടെ ഒരു കപ്പാസിറ്റർ കൂടി കാണാം, C2. അതുകൂടി ഞാൻ കൊടുത്ത് D1 ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്ത് ഇപ്പുറത്തേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് C1 ആണ്. C1ൻ്റെ പോസിറ്റീവാണ് ഈ ഭാഗം, ഇത് നെഗറ്റീവിലേക്ക് D1ൻ്റെ പോസിറ്റീവ് ഞാൻ C1 എന്ന കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തു. അതിൻ്റെ C1ൻ്റെ നെഗറ്റീവിൽ നിന്ന് ഞാൻ D2 എന്ന ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം കൊടുക്കുന്നു. അതിനുശേഷം D1ൻ്റെ നെഗറ്റീവിൽ നിന്ന് C2 എന്ന കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. C2ൻ്റെ നെഗറ്റീവ് D2ൻ്റെ പോസിറ്റീവിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഡബിളർ സർക്യൂട്ട് റെഡിയാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് പവർ ചെയ്ത് ഞാൻ അതിൻ്റെ വാല്യൂസ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, C1ൻ്റെ പോസിറ്റീവിലേക്ക് ഞാൻ സപ്ലൈയിൽ നിന്ന് വരുന്ന ഒരു വയർ കൊടുക്കുന്നു. അതിനുശേഷം ഈ 2 പോയിന്റ്, ഈ കപ്പാസിറ്ററിൻ്റെ ഈ ഡയോഡിൻ്റെയും കോമൺ മീറ്റിംഗ് പോയിൻ്റായി ഇവിടെ ഞാൻ അടുത്ത വയറും കൂടി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ വാല്യൂസ് കാണിച്ചു തരാം, എത്ര വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ഞാൻ വോൾട്ടിലേക്ക് ഇടുകയാണ്, AC-യിലേക്ക് ഞാൻ ഇടേണ്ടത്, കാരണം ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നത് AC ആണ്. അപ്പോൾ നമ്മൾ AC-യിലേക്ക് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അളന്ന് നോക്കാം എത്ര വോൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്ന്. ഒരു വയറിൽ കൊടുത്തു, രണ്ടാമത്തെ വയറിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 6 വോൾട്ട്
നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആറ് വോൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ AC-യിൽ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് അടുത്തത് കാണിക്കാൻ ഞാൻ പോകുന്നത് ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് DC ആയിരിക്കും. അപ്പോൾ നമ്മൾ DC പൊസിഷനിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കാണിച്ചത്. ഓക്കെ, 8 വോൾട്ട് ഉണ്ട്. കാരണം 8 വോൾട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DC-യിലേക്ക് കൺവേർഷൻ നടക്കുമ്പോൾ 6 വോൾട്ടിൽ നിന്നും കൂടുതൽ വരും. കാരണം AC ആണല്ലോ, AC-നെ റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഇൻക്രീസ് വരും. അതാണ് ഇവിടെ കാണുന്ന ഈ 8 വോൾട്ട്. അപ്പോൾ നമുക്ക് 8 വോൾട്ടിൻ്റെ ഡബിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ C2 എന്ന കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ അക്രോസ് നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ വോൾട്ട്. ഓക്കെ, കണ്ടില്ലേ, 17 വോൾട്ട് നമുക്കതിൽ കിട്ടുന്നുണ്ട്. 17 വെളിച്ചം കാരണം കാണാത്തതാണ്. ഓക്കെ, കണ്ടില്ലേ, 17 വോൾട്ട്. 18 വോൾട്ട് വരും, ചെറിയ വേരിയേഷൻ ഉണ്ട്. 17.9 ഉള്ളതുകൊണ്ട് അത് 18 വരെ എത്താവുന്നതാണ്. ഓക്കെ, 18 വോൾട്ട് നമുക്കിവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിനി ഒരു ലോഡ് കൊടുത്ത് കാണിച്ചുതരാം. ലോഡ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു CPU-ൻ്റെ ഫാനാണ്. ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഭാഗം നെഗറ്റീവാണ് വരുന്നത്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും പോസിറ്റീവാണ്. ഇപ്പോൾ ഈ ഫാൻ തിരിയുന്നതാണ്. ഇപ്പോൾ ഈ ഫാൻ തിരിയുന്നത് കുറച്ച് സ്പീഡ് കുറവാണ്. വീഡിയോയിൽ കാണാൻ പറ്റുന്ന വീഡിയോയിലുള്ള പ്രശ്നമാണ്. ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറയും തോറും അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്യുന്ന ഇത് നമ്മൾ AC-നെ DC ആക്കി ഫിൽട്ടർ ചെയ്യുമ്പോൾ റെക്ടിഫയറിൻ്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, അതായത് റിപ്പിൾ കൂടുതലായിരിക്കും. റിപ്പിൾ കുറയ്ക്കാനായിട്ട് ഞാൻ വലിയ ഒരു കപ്പാസിറ്റർ ഇട്ടിട്ട് ഈ ഫാനിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. വോൾട്ടേജിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിലും അവിടെ സ്മൂത്തിങ്ങിൻ്റെ കേസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, പ്യുവർ DC ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 2 കപ്പാസിറ്ററും ഈ കപ്പാസിറ്റർ മാറ്റി വലിയൊരു കപ്പാസിറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് 4700 mF-ൻ്റെ ഒരു കപ്പാസിറ്ററാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 25 വോൾട്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ സ്പീഡ് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാവുന്നത് ട്രിപ്ലറാണ്. ഓക്കെ, ട്രിപ്ലറിന് വേണ്ടത് 3 ഡയോഡും 3 കപ്പാസിറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വയറിങ് ചെയ്യാം. ഇതാണ് സർക്യൂട്ട്, ട്രിപ്ലറിൻ്റെ സർക്യൂട്ട് ഇതാണ്. അപ്പോൾ നമുക്ക് വയറിങ് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം വയറിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ വയറിങ് ചെയ്ത് റൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന സോഴ്സിൽ നിന്ന് വരുന്ന ഒരു ലൈൻ, അത് ഞാൻ C1 എന്ന കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് നെഗറ്റീവ് എടുത്ത് ഇത് D1 ആണ്, D1-ൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. D1-ൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു. എന്നിട്ട് D1-ൻ്റെ നെഗറ്റീവിലേക്ക് സപ്ലൈയുടെ നെഗറ്റീവ് കൊടുക്കുന്നു. കണ്ടില്ലേ, നെഗറ്റീവാണ് ഇത്. ഓക്കെ, അതിനുശേഷം കപ്പാസിറ്റർ C2-ൻ്റെ പോസിറ്റീവ് ഞാൻ ഈ D1-ൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു ഇവിടെ. അതിനുശേഷം C2-ൻ്റെ നെഗറ്റീവ് D3-ൻ്റെ നെഗറ്റീവിലേക്കാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ആ നെഗറ്റീവാണ് C3-ൻ്റെ നെഗറ്റീവിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് C3-ൻ്റെ പോസിറ്റീവാണ് C1-ൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് സീരീസാണ്. കണ്ടില്ലേ, സീരീസാണ് രണ്ടും. ഓക്കെ, അതിനുശേഷം ഇവിടെ കിടക്കുന്ന ഈ D2 കൊടുത്തിരിക്കുന്നത് C1-ൻ്റെയും C3-ൻ്റെയും അടിയിൽ നിന്ന്, അതായത് ഇവിടെ ഈ പൊസിഷനാണ് D2.
D3 അല്ല D2 ആണ്. D2 ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ നിന്നും എടുക്കുന്നതാണ് ഇത്. അത് എന്നിട്ട് കൊടുക്കുന്നത് C2 കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കാണ്. ഇവിടെ കണ്ടില്ലേ, അതാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് AC വോൾട്ടേജ് നമ്മൾ സോഴ്സ് കൊടുത്തത് എത്രയാണെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വരുന്നത്. 6 വോൾട്ട് AC ഉണ്ട്. ഇനി നമുക്ക് DC-യിലേക്ക് ഇട്ടിട്ട് വേണം ഓരോ കപ്പാസിറ്ററിനെ ക്രോസ്. ഇത് നമുക്ക് ആദ്യം ഞാൻ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് C1-ൻ്റെയും C3-ൻ്റെയും സീരീസിലേക്ക് കിട്ടുന്നതാണല്ലോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെയാണല്ലോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം കൊടുത്ത് കാണിച്ചു തരാം. C1-ൽ ഞാൻ പോസിറ്റീവ് വെച്ചു, C3-ൽ നെഗറ്റീവ് വെച്ചു. സോറി, ഇവിടെ പറ്റിയില്ല. ഓക്കെ, C3-ൻ്റെ നെഗറ്റീവിൽ വെച്ചു. നമുക്ക് 27 വോൾട്ട് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 8 വോൾട്ട് 9 വോൾട്ടിനടുത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 9 വോൾട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ 9 വോൾട്ടിനടുത്തൊക്കെ എത്തും. 6 വോൾട്ട് റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ 9 വോൾട്ട് ആയിട്ടുണ്ട്. ഈ 9 വോൾട്ടാണ് 9-ൻ്റെ 3 ഇരട്ടി, ഏകദേശം 27 വോൾട്ട്. അതാണ് നമ്മളിവിടെ കാണുന്ന ഈ 26.9 കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ കപ്പാസിറ്ററിന് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. 18 വോൾട്ട്, 2 times the VM. 9-ൻ്റെ ഡബിൾ 18 വോൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു C2-ൽ ഈ C2-ൽ ഡബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. 2 VM ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണിച്ചത്, ഈ 18 വോൾട്ട് ഞാൻ കാണിച്ചത്. മൾട്ടിപ്ലയറിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു.